ഹായ് ഗൈസ്, എല്ലാവരും സുഖമായിരിക്കുന്നു. ഇന്ന് നമുക്കൊരു മട്ടൺ റെസിപ്പി കാണാം. മഹാരാഷ്ട്രൻ സ്റ്റൈൽ മട്ടൺ റെസിപ്പിയാണേ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, ബാ. സോ ഗൈസ്, നമുക്ക് മട്ടൻ കറി വെക്കാനായിട്ട് ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഹോൾ സ്പൈസസ്, വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത്, മല്ലിയില കൊത്തി അരിഞ്ഞിട്ടുണ്ട്, മീറ്റ് മസാല എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഉള്ളിയും കൊപ്രയും ചുട്ടെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കരിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നല്ല പേസ്റ്റ്, ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടി എന്ന് പറഞ്ഞാൽ അഗ്രി മസാലയാണേ, ഇവിടുത്തുകാരുടെ മസാലയാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, ഇതിത്രയാണേ. അപ്പോൾ മട്ടൻ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പരിപാടി തുടങ്ങാം. കുക്കർ വെച്ചു. കുക്കറിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. സോഫ്റ്റായി വരുമ്പോഴത്തേക്കിന് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ചേർക്കുന്നുണ്ട്. അതൊന്ന് നല്ലോണം കളർ മാറി വരുമ്പോഴത്തേക്കിന് പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ അഗ്നി മസാല എന്ന് പറയുന്നത് ഇവിടുത്തുകാരുടെ എല്ലാ ഹോൾ സ്പൈസസ് ഇട്ടിട്ട്, ഹോൾ സ്പൈസസും വെറൈറ്റി ഓഫ് മുളക് പൊടിയും അങ്ങനെ പലതും ഇട്ടിട്ട് അവർ ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കുന്നതാണ്. പിന്നെ പൊടികൾ, മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും അഗ്രി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മീറ്റ് മസാലയും. ഇത് ഇത്ര ഇട്ട് നല്ലോണം പച്ചമണം മാറുന്ന വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം മട്ടൻ ഇട്ട് കൊടുക്കാം. മട്ടൻ ഇതിനോടൊപ്പം തന്നെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം വെള്ളം, നമുക്ക് ആ ഗ്രേവി വേണമെന്ന ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒരു 4 വിസിലടിക്കണം കേട്ടോ. 4 വിസിലടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുക്കറിൽ 4 വിസിലടിച്ച് കഴിയുമ്പോൾ തുറന്ന് കാണിക്കാം. കണ്ടോ, എണ്ണയൊക്കെ വിട്ട് വന്ന് നല്ല സൂപ്പറായിട്ടുണ്ട്. ഇനിയിപ്പം ഇതൊന്ന് നല്ലോണം തിളപ്പിക്കാൻ വെക്കാം. തിളപ്പിച്ചിട്ട് നല്ല ബോയിൽ വരുമ്പോൾ നമുക്ക് ഈ അരച്ച് വെച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കാം. കൊപ്രയും ഉള്ളിയും കൂടി ഇട്ട പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതും ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്കിന് നമുക്ക് മല്ലിയില കൊത്തി അരിഞ്ഞ് വെച്ചേക്കുന്ന മല്ലിയില ഉണ്ടല്ലോ, അതുകൂടി ഇട്ട് കൊടുക്കാം. അതുകൂടി ഇട്ടൊരു 2 മിനിറ്റ് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ആ കുക്കർ അതുപോലെ ഒന്ന് അടച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഓക്കെ, കുറച്ച് നേരം അടച്ച് മാറ്റി വെച്ചതിന് ശേഷം തുറക്കുമ്പം നല്ല അടിപൊളി കറി റെഡിയാണ്. സോ നോർമലി ഈ ഒരു ഡിഷിൻ്റെ കൂടെ വേറെ സൈഡ് ഡിഷായിട്ട് തോരനോ മെഴുക്കുവരട്ടി അങ്ങനെയൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല. ഈ ഒരു കറിക്ക് വേറെ കോമ്പിനേഷനൊന്നുമില്ല. റൈസും ഈ ഒരു കറിയും മതി. പിന്നെ നമ്മൾ ഉള്ളി കണ്ടിച്ചിട്ട് കുറച്ച് ലെമൺ സ്ക്വീസ് ചെയ്ത് ഉപ്പ് ഇടും സൈഡായിട്ട്. നല്ല ടേസ്റ്റാണ്. അപ്പം നാട്ടിൽ ഈ മസാല അവൈലബിൾ അല്ല, ബട്ട് എൻ്റെ ബോംബെ മലയാളി ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്ന് വെച്ച് നോക്കട്ടോ. 1 പോട്ട് പെട്ടെന്ന്, അതായത് കുക്കറിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. നല്ല ടേസ്റ്റുമാണ്. ഓക്കെ, സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു റെസിപ്പിയിൽ കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കൂ, ഹാപ്പി ആയിട്ടിരിക്കൂ. ഓക്കെ, ബൈ ബൈ.